ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോണത് ഈ ഒരു പാറ്റേൺ ആണ്. നമുക്കെല്ലാവർക്കും ആദ്യം തന്നെ നമ്മൾ സ്റ്റിച്ചിങ് പഠിക്കുമ്പം, ഹാൻഡ് എംബ്രോയ്ഡറി പഠിക്കുമ്പം ആദ്യത്തെ ഒരു പഠിക്കുന്ന സ്റ്റിച്ചസാണ് ലേസി ഡേസി, ചെയിൻ സ്റ്റിച്ച്, അങ്ങനെയുള്ള ഡിസൈൻസ് സ്റ്റിച്ചസൊക്കെ ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നമ്മൾ തയ്ച്ചിരിക്കുന്നത് ലേസി ഡേസി അല്ലെങ്കിൽ സിംഗിൾ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്ന സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് നമുക്ക് എങ്ങനെയാണ് ഒരു പില്ലോ കവർ അല്ലെങ്കിൽ സാരിയിൽ തയ്ക്കണ്ടേ എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. ഫാൻസി ആയിട്ടുള്ള ഒരു ഫ്ലവർ. അപ്പോൾ ഈ ഒരു ഫ്ലവർ നമ്മൾ തയ്ച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഫ്ലവേഴ്സ് അട്രാക്റ്റീവ് ആക്കണമെങ്കിൽ സിമ്പിൾ ഡിസൈനാണ്, ലേസി ഡേസി സ്റ്റിച്ചാണ്. അപ്പോൾ അത് അട്രാക്ഷൻ കൂട്ടണമെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ കളേഴ്സ് ചൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഒരു പാറ്റേൺ ഞാൻ തയ്ച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ വൈറ്റ് കളർ പെൻസിൽ യൂസ് ചെയ്തിട്ടാണ്. ഇതൊരു വെൽവെറ്റിൻ്റെ ക്ലോത്താണ്. അപ്പോൾ നമ്മൾ ഡിസൈൻ വരച്ചാലും കുറച്ച് കഴിയുമ്പോൾ അത് പിന്നെയും മാഞ്ഞു പോണവരെയാകും. അപ്പോൾ ഇത് വൈറ്റ് കളർ തുണിയും കൊണ്ട് നമുക്ക് പെൻസിലും കൊണ്ട് നമുക്ക് വെൽവെറ്റ് ക്ലോത്തിൽ ഒന്നോടെയും ഡിസൈൻ ചെയ്തതുപോലെ വൈറ്റ് പെൻസിൽ നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ആണ്. എന്നിട്ട് ഡിസൈൻ ട്രാൻസ്ഫർ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ട്രേസിങ് പേപ്പർ വെച്ചിട്ട് വരയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, കാർബൺ പേപ്പർ അല്ല വെൽവെറ്റ് ക്ലോത്തിൽ. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു സെമി സർക്കിളും കൂടെ ഞാൻ വരയ്ക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ ഒരു ഹാഫ് ഫ്ലവറായിട്ടാണ് നമ്മളിവിടെ തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് തയ്ക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമുക്കെല്ലാവരും കണ്ട് മനസ്സിലായിട്ടുണ്ടാവും, 2 കളേഴ്സാണ് ഫ്ലവേഴ്സിന് യൂസ് ചെയ്യുന്നത്. ലാവൻഡറും ഓറഞ്ചുമാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രീനിലാണെങ്കിൽ 3 കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ലൈറ്റ്, പിന്നെ ഒരു കുറച്ചും കൂടി ഡാർക്ക് ഗ്രീന്, പിന്നെ ഒരു ഒലീവ് ഗ്രീൻ, അങ്ങനെ 3 കളേഴ്സാണ് ലീവ്സിന് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. നടുക്കൊരു പേളും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. അപ്പോൾ ആദ്യം എങ്ങനെയാണ് തയ്ക്കേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 6 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് എല്ലാ സ്റ്റിച്ചസും എല്ലാ ഇതും നമ്മൾ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ 6 സ്ട്രാൻഡ്സ് ലാവൻഡർ ഷെയ്ഡാണ് നമ്മൾ എടുക്കുന്നത്. ലാവൻഡറിൻ്റെ കളർ കോഡ് പറയുകയാണെങ്കിൽ 97 ആണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലവറാണ് തയ്ക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലേസി ഡേസിയാണ് തയ്ക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് എടുക്കാം. ഇത് ഒത്തിരി കട്ടിയുള്ള വെൽവെറ്റ് ക്ലോത്ത് അല്ല, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്ക്കാൻ പറ്റും. സാധാരണ നോർമൽ ക്ലോത്ത് പോലെ തന്നെയുള്ള വെൽവെറ്റ് ക്ലോത്താണ്. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെയാണ് നമ്മുടെ ഡിസൈൻ പാറ്റേൺ വരച്ചേക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ തന്നെ എടുത്ത് തിക്കായിട്ടാണ് ഞാൻ ഈ ഫ്ലവർ തയ്ച്ചേക്കുന്നത്. ഇത് കുറച്ചും കൂടെ അകത്തി തയ്ച്ചാൽ മതി. ഒത്തിരി നീട്ടി താഴെ നമ്മളിവിടെ ഇറക്കേണ്ടതെന്ന് വെച്ചാൽ ഈ തണ്ട് നമ്മൾ കുത്തി താത്തണ ഒത്തിരി നീട്ടി ഇങ്ങനെ വെക്കേണ്ട, തൊട്ടടുത്ത് തന്നെ ഇറക്കി താത്തിയാൽ മതി ഇതുപോലെ. അപ്പോൾ അങ്ങനെ നമുക്ക് അടുപ്പിച്ച് തന്നെ പറഞ്ഞാൽ ഒത്തിരി ടൈറ്റ്ലിയും ആക്കരുത്, ഒത്തിരി അടുപ്പിച്ച് തിക്കായിട്ട് തയ്ക്കുകയും ചെയ്യരുത്. അത്യാവശ്യം ക്ലോസായിട്ട് തന്നെ ഇരിക്കുന്ന രീതിയിൽ തയ്ക്കുക. നമ്മളിങ്ങനെ കൈ കൊണ്ട് തയ്ക്കുമ്പോൾ നമ്മൾ വരച്ചേക്കുന്നത് വെൽവെറ്റ് ക്ലോത്തിൽ വരച്ചേക്കുന്നത് ചിലപ്പം മാഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. തുണിയിൽ നമ്മൾ വരച്ചേക്കുന്നത്, പെൻസിൽ വെച്ച് വരച്ചേക്കുന്നത് ഇങ്ങനെ പയ്യെ അത് മാഞ്ഞു പോകും. ഇപ്പോൾ നമ്മൾ ലാവൻഡർ വെച്ച് ഫ്ലവർ ഫുള്ളും തയ്ച്ചിട്ടുണ്ട്. ഇനി എന്താ, ഓറഞ്ച് കളർ കോൺട്രാസ്റ്റ് കളർ കോമ്പിനേഷൻ എടുത്താൽ നല്ലത്. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുത്താലും കുഴപ്പമില്ല. 2 കളർ വന്നാൽ അതിനൊരു ഭംഗിയുണ്ടാവും. ഇപ്പം വൈറ്റ് പുറത്ത്, ലൈറ്റ് ബ്ലൂ അല്ലെങ്കിൽ ബേബി പിങ്ക് ഉള്ളിൽ, അങ്ങനെ തയ്ച്ചാലും ഭംഗിയാണ്. അപ്പോൾ ഈ സെയിം ഇതിൽ തന്നെ സ്ഥലത്ത് തന്നെ നമ്മൾ ലാവൻഡർ എവിടെയാണോ എടുത്തത് അതുപോലെ തന്നെ ഓറഞ്ചും നമ്മൾ തയ്ക്കുകയാണ്. ഡേസി തന്നെയാണ് തയ്ക്കണേ. ഇത്ര നീളത്തിൽ തയ്ക്കണ്ട, ഹാഫ് ലെങ്ത്ത്, അതിൻ്റെ ഹാഫ് ലെങ്ത്ത് അല്ല, ഒരു 3/4 ലെങ്ത്ത്
തയ്ക്കുക. ഉള്ളിൽ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലാണ് തയ്ക്കേണ്ടത്. ലേസി ഈ നമ്മൾ ആദ്യം തയ്ച്ച ലാവൻഡറിൻ്റെ ഉള്ളിൽ വീണ്ടും ലേസി നമ്മൾ തയ്ക്കുകയാണ്. ഇതുപോലെ നമ്മൾ തയ്ച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് ഇത്തിരി എന്ന് വെച്ചാൽ നമ്മൾ വേഗം മറ്റേത് തയ്ച്ചവർ അത്രയ്ക്ക് വേഗത്തിൽ നമുക്ക് തയ്ക്കാൻ പറ്റുക. തൊട്ട് താഴെ തന്നെ താത്തുക ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒപ്പം തന്നെ നമുക്ക് ചെയ്തു പോകാം. മേലിലും ഇതുപോലെ തന്നെ എടുക്കുക. ഇവിടെ നമ്മൾ ലേസി ഇവിടെ കുത്തി താത്തിയിട്ടുണ്ടല്ലോ, അത് അവിടെയും കുത്തിയെടുത്തിട്ട് ഇതിൻ്റെ മേലിൽ കൂടെ തന്നെ സെയിം പോയിന്റിൽ തന്നെ മേലിൽ കൂടെ തന്നെ ചെയ്യണം. അവിടെ ഒന്നുകൂടെയും താത്തുക. അപ്പോൾ നമുക്ക് ആ ഓറഞ്ച് പൊട്ട് മേലിലും കിട്ടും. കണ്ടോ, ഇങ്ങനെയാണ്. ഇനി നമുക്ക് അപ്പുറത്തെ ഇതിൽ ഇതുപോലെ തന്നെ എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകാം. ഇങ്ങോട്ടേക്ക് പോയാൽ കുറച്ചും കൂടെ ത്രെഡ് വലിക്കേണ്ടി വരും. അപ്പോൾ ഇത് തൊട്ടടുത്തായതുകൊണ്ട് ആദ്യം ഇത് തയ്ച്ചിട്ട് ഇനി ലേസി തയ്ക്കുക. ഇതിപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് ചെയ്ത് പോകാം, അല്ലെങ്കിൽ ഫുൾ ഉള്ളിൽ കൂടെ ഫുള്ളും ഓറഞ്ച് ലേസി തയ്ച്ച് കഴിഞ്ഞിട്ട് പിന്നെ മേളിൽ ഫുള്ളും ഒരുമിച്ച് തയ്ക്കാം. അങ്ങനെയാണെങ്കിലും തയ്ക്കാം. ഏതാ നമ്മുടെ സൗകര്യം എന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്ക് തയ്ക്കാവുന്നതാണ്. വീണ്ടും ഇതുപോലെ തന്നെ ലേസി ഉള്ളിൽ തയ്ക്കുക. തിക്കായിട്ട് തയ്ക്കുമ്പോൾ നമുക്കിത് ഉള്ളിൽ നിന്ന് എടുക്കാനായിട്ട് ഒരിത്തിരി ബുദ്ധിമുട്ട് തോന്നും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒത്തിരി തിക്കായിട്ട് തയ്ക്കണ്ട. എന്നാൽ ആവശ്യത്തിന് അടുപ്പിച്ച് ആവുകയും വേണം, അല്ലെങ്കിൽ കാണാനൊരു ഭംഗിയുണ്ടാവില്ല. ഒത്തിരി അകന്നു പോയാലും അടുപ്പിച്ച് വന്നാലാണ് ഇതുപോലെ ഉള്ളിൽ നിറച്ചും തിക്കായിട്ടിരിക്കുന്ന ഇത് നമുക്ക് കിട്ടുള്ളൂ. അപ്പം അത് കിട്ടണമെങ്കിൽ നമ്മൾ അടുപ്പിച്ച് തയ്ക്കണം. എന്നാൽ ഒത്തിരി അടുപ്പിച്ച് തയ്ക്കുകയും ചെയ്യരുത്. ഇതുപോലെ ഉള്ളിൽ ലേസി തയ്ക്കുന്ന സമയമാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും. ഇതുപോലെ സൂക്ഷിച്ച് എടുത്ത് വേണം ചെയ്യാനായിട്ട്. ഇതുപോലെ ബാക്കിയത്തെ മുഴുവനും നമുക്കിതുപോലെ തന്നെ ഉള്ളിൽ കൂടെ ഓറഞ്ചും മേലിലും ഓറഞ്ചും തയ്ച്ചെടുക്കാം. അപ്പം നമ്മൾ ഫ്ലവർ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നല്ല ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട്. ഇത് ഗ്ലെയർ കാരണം നമുക്ക് എക്സാക്റ്റ് കളർ കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഇതിൻ്റെ അകത്ത് ഇനി നമ്മൾ ലീഫാണ് തയ്ക്കുന്നത്. ലീഫ് ഇതുപോലെ ഒരു ഇങ്ങനത്തെ കേർവായിട്ടുള്ളൊരു ലീഫാണ് തയ്ക്കുന്നത്. ആ ലീഫാണ് നമ്മൾ ഇതുപോലെയാക്കി മാറ്റുന്നത്. അപ്പം അതിൻ്റെ അകത്ത് എങ്ങനെയാണ് നമ്മൾ തയ്ക്കേണ്ടത് എന്നുള്ളതാണ്. വളരെ സിമ്പിളാണ്. ഡിസൈൻ ഇങ്ങനെ വരച്ചെങ്കിലും അതിൻ്റെ മേലിൽ കൂടി എല്ലായിരിക്കും നമ്മൾ തയ്ച്ചു വരുന്നത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ അകത്ത് ഇതിപ്പോൾ ഇത്രയും ഡിസൈൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടെ മാത്രമായിട്ട് നമ്മൾ ആദ്യം ചെയിൻ സ്റ്റിച്ച് തയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഉള്ളിൽ തയ്ക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം. അതിന് നമ്മൾ 6 strands തന്നെയാണ് എടുക്കുന്നത്. 6 strands ത്രെഡ് എടുത്തിട്ട് ആണ് തയ്ക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ 6 strands ത്രെഡ് എടുത്തിട്ട് ഈ ടോപ്പിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അത് മാത്രം സെൻറ്ററിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ മേളിലോട്ട് തയ്ക്കുന്നു. ഇതുമാതിരി നമ്മൾ വീണ്ടും ലേസിയാണ് തയ്ക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ തയ്ക്കുന്നത്. ഇത്ര ലെങ്ത്തിൽ നമ്മൾ തയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലൈറ്റായിട്ട് ഞാൻ വരച്ചേക്കുന്ന ഇത് കാണാമല്ലോ. അപ്പോൾ ഇതിൽ കൂടെയാണ് സെൻറ്റർ പോയിൻറ്റ് പോയേക്കുന്നത്. ഇതിലേക്ക് കൂടെയാണ് ഇങ്ങനെയാണ് പോയേക്കുന്നത്. അപ്പോൾ അവിടെ കുത്തിയെടുക്കരുത്. ഇവിടുന്ന് ഈ ഒരു പോയിൻറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്കാണ് ഞാൻ കുത്തുന്നത്. ഇങ്ങനെ ആദ്യം കുത്തിയെടുക്കും. പിന്നെ അതിലും കുറച്ചും കൂടി താത്തി ഒരു ലൈൻ വരെ തയ്ക്കും. പിന്നെ നീളത്തിൽ, പിന്നെ താത്തി, അങ്ങനെ ഒരെണ്ണം നീണ്ട് ഒരെണ്ണം താന്ന് അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ ഇവിടെ ഇതിൻ്റെ പുറത്തേക്കൂടെ തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അത് ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് തയ്ക്കുന്നത്, ചെയിനല്ല ലേസിയാണ് തയ്ക്കുന്നത്. പല ലെങ്ത്തിലാണ് നമ്മൾ തയ്ക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിനുള്ള, ഇപ്പോൾ ഞാൻ തയ്ക്കുന്ന പോലെ തന്നെ തയ്ക്കണമെന്നില്ല, ഏത് രീതിയിൽ ലെങ്ത്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പം ഞാൻ ഇവിടെ തയ്ക്കുന്നത് ഒന്ന് നീണ്ടും ഒന്ന് നീളം കുറച്ചും ആയിട്ടുള്ള രീതിയിലാണ് തയ്ക്കുന്നത്.
നല്ലോണം ഒന്ന് വലിക്കുക, അല്ലെങ്കിൽ ലൂസായിട്ട് ഇരിക്കരുത്, ടൈറ്റായിട്ട് തന്നെ ഇരിക്കാനായിട്ട് നല്ലോണം ത്രെഡൊന്ന് വലിക്കുക. അപ്പം ഇതിലേക്കൂടെയാണ് സെൻറ്റർ ലൈനിൽ പോണത്. സെൻറ്റർ ലൈനിൽ നിന്ന് അകന്നാണ് നമ്മൾ തയ്ക്കുന്നത്. ഇതിൻ്റെ ലെങ്ത്ത് കുറച്ചു ഞാൻ. ഇപ്പോൾ നമ്മൾ ലേസ് ഡേസി വെച്ചിട്ട് 2 സൈഡും തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളിലാണ് തയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ടും 6 സ്ട്രാൻഡ്സ് തന്നെ എടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഇത് നടുക്ക് സെൻറ്ററിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഉള്ളിലോട്ട് നമ്മളിപ്പം ലേസി ഡേസി തയ്ച്ചതിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. അത് വേറൊരു ഗ്രീൻ ഷെയ്ഡ്, അതിപ്പോൾ 2 ഷെയ്ഡ് യൂസ് ചെയ്താൽ അത്രയ്ക്ക് നല്ലത്, ഭംഗി കൂട്ടാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത്തിരി വിടവ് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലോട്ട് ഉള്ളിലോട്ട് നമ്മൾ കുത്തി താത്തുമ്പം ആദ്യം ഇതിൻ്റെയും ഇടയിൽ ഗ്യാപ്പ് കാണും. അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ വീണ്ടും ആ ഗ്യാപ്പിൽ നമ്മളൊന്ന് തയ്ക്കണം. അപ്പോൾ ഈ ലേസിയുടെ ഉള്ളിൽ മാത്രമല്ല തയ്ക്കേണ്ടത്, അതിൻ്റെ ഇടയിലുള്ള ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനും നമ്മൾ തയ്ക്കണം. അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റേ ഇപ്പോൾ ഫ്ലവർ നമ്മൾ ടൈറ്റായിട്ടാണ് തയ്ച്ചേക്കുന്നത്, അതുകൊണ്ട് സെയിം ലെങ്ത്തുള്ള പെറ്റൽസും ആയിരുന്നു. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇതിൻ്റെ അകത്ത് ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇടയിലും തയ്ക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ സെൻറ്ററിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ ഓരോ ലേസിയുടെ ഇടയിലോട്ട് ആദ്യം ഫില്ല് ചെയ്യുക, എന്നിട്ട് ഗ്യാപ്പ് ഉള്ളിടത്ത് മാത്രം ഇതുപോലെ ഇടയ്ക്ക് നിന്ന് എടുത്ത് തയ്ക്കുക. ഇനി ആ ഒരു ത്രെഡ് വെച്ച് തന്നെ ഞാൻ സ്റ്റെം സ്റ്റിച്ച് തയ്ക്കുകയാണ്. 6 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് സ്റ്റെം സ്റ്റിച്ചും തയ്ക്കുന്നത്. ഇനി നമ്മൾ ലീഫിൻ്റെ സെൻറ്ററിൽ നമ്മൾ ലേസിയാണ് തയ്ക്കുന്നത്. ഇനി നമുക്ക് ലീഫിൻ്റെ സെൻറ്ററാണ് തയ്ക്കേണ്ടത്. അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ബൂളിയൻ നോട്ടാണ്. അത് തയ്ക്കാൻ നമ്മൾ 6 സ്ട്രാൻഡ്സ് യൂസ് ചെയ്യുന്നില്ല, 3 സ്ട്രാൻഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഇവിടുന്ന് ഇവിടം വരെയുണ്ട്, നീളത്തിലാണ്. അപ്പോൾ എത്രയോ നീളമുണ്ട്. ഇങ്ങനെ കുത്തിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചുറ്റാം. ഇപ്പോൾ നമ്മുടെ നോക്കിയ നീഡിൽ കുഞ്ഞിതാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നീഡിൽ പുറത്തോട്ട് എടുത്തിട്ട് ചുറ്റിയാലും കുഴപ്പമില്ല. ഇതുവരെ ഇവിടുന്ന് പുറത്തോട്ട് എടുത്തിട്ടാണ് ഞാൻ ചുറ്റുന്നത്. അങ്ങനെ ഒരു 20+ ടേൺസ് എങ്ങാനും എടുത്താലായിരിക്കും നമുക്ക് ഇത് ഒന്ന് ഇത്രയും ലെങ്ത്ത് നമുക്ക് കിട്ടണമെന്ന് വെച്ചാൽ 3 സ്ട്രാൻഡ്സേ ഉള്ളൂ ത്രെഡ്. അപ്പോൾ അത് ചുറ്റി നമുക്ക് വലിച്ചെടുക്കാം. ഞാനിപ്പം ഇതിൻ്റെ അകത്ത് 30 ടേൺസാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 30 വട്ടം ചുറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് പയ്യെ വലിച്ചെടുക്കാം. വലിച്ചെടുത്തത് ഇതുപോലെ നടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ലീഫ് വരുന്നത്. ഇതിൻ്റെ അത് എൻ്റെ ഇത്തിരി കറുത്ത പോർഷൻസ്, ബ്ലാക്ക് കളർ വെൽവെറ്റ് ക്ലോത്ത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ തയ്ച്ചതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇതെടുത്തത് കുറച്ച് അകന്നു പോയി, അതിൻ്റെയാണ്. ഇത് ഈ ഒരു ലീഫ് പാറ്റേണിൽ അത് വന്നിട്ടില്ല. അപ്പോൾ തയ്ക്കുമ്പോൾ അതൊന്ന് സൂക്ഷിക്കുക. ഇനി ഇതിൻ്റെ അകത്ത് നടുക്ക് ഞാനൊരു ബീഡ് വെക്കുന്നുണ്ട്. ഇത് വൈറ്റ് ബീഡാണ് വെക്കുന്നത്. ബീഡ് വെച്ച് കഴിഞ്ഞിട്ട് ഇതിന് ചുറ്റും ഫ്രഞ്ച് നോട്ട് ഇതുപോലെ ചെയ്യുക. അപ്പം ഒരു കുറച്ചും കൂടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഇത് നമുക്ക് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് കാണാം.
അപ്പോൾ നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് ഫുള്ളും. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഡിസൈൻ വരുന്നത്. നല്ല ഭംഗിയിൽ തന്നെ ഡിസൈൻ വന്നിട്ടുണ്ട്. ഒരു ഫാൻസി ഫ്ലവർ പാറ്റേൺ പോലെയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അൻറ്റിൽ ദെൻ ബൈ.